ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഇൻസ വൈബ്സ്. അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് നമ്മളെ കയ്യിലുള്ള വേസ്റ്റ് ക്ലോത്ത് വെച്ചിട്ട് നമുക്കൊരു മാറ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ്. ആദ്യം വേണ്ടത് നമ്മളിത് കട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മൾ സാധാരണ മാറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഒരേ സൈസിലുള്ള സ്ക്വയറൊക്കെ കട്ട് ചെയ്തിട്ടാണ് ചെയ്യുക. ഇത് അത്രയൊന്നും റിസ്ക് ഇല്ല, മെഷീൻ്റെ ആവശ്യമൊന്നുമില്ല. ആദ്യം നമ്മൾ കിട്ടിയ തുണി അതിനെ നീളത്തിൽ കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു തുണി നീളത്തിൽ കട്ട് ചെയ്യുമ്പം കണക്ഷൻ ഇല്ലാതെ കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ആദ്യം ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഇതുപോലെ പിടിച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് നീളത്തിൽ ഇങ്ങനെ ആക്കിയിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ അങ്ങേ അറ്റം എത്തുന്ന സമയത്ത് സ്റ്റോപ്പ് ചെയ്യാം. ഒന്നായിട്ട് വലിക്കരുത്. അതിന് പകരം ജസ്റ്റ് കുറച്ച് സ്ഥലം അവിടെ മാറ്റി വെക്കുക. അപ്പം നമുക്കവിടെ ഒരു കണക്ഷനായിട്ട് ഇല്ലാതെ കെട്ടി വെക്കാതെ തന്നെ നമുക്ക് കിട്ടും. ഇതാ ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ ഒന്ന് നീക്കി കൊടുത്താൽ മതി. അത്ര അവിടെ ബാലൻസ് വെക്കുക, എന്നാൽ പിന്നെ കീറിപ്പോവില്ല. എന്നിട്ട് അടുത്ത കഷ്ണം അതേപോലെ അങ്ങോട്ടേക്ക്, അങ്ങനെ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് വീതി ഉണ്ടാവാൻ പാടില്ല, പറ്റ നൂല് പോലെ ആവാനും പാടില്ല. കാരണം നമ്മൾ സൂചി കൊണ്ട് കോർക്കുമ്പോൾ നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ലാതെ വലിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ. അപ്പോൾ ഒരു മീഡിയം സൈസിൽ നമ്മൾ നീളത്തിലുള്ള ഒരു കഷ്ണം എടുക്കുക. മാറ്റല്ലേ കട്ടി വേണ്ട വിചാരിച്ചിട്ട് നമ്മൾ ഒരുപാട് വീതി എടുക്കണ്ട. അതെങ്ങനെയായാലും നമ്മളത് ചെയ്യുന്ന സമയത്ത് അത് കട്ടിയിൽ തന്നെയാണ് ഉണ്ടാവുക മാറ്റ്. അപ്പോൾ ഇതുപോലെ നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം. അതല്ലാതെ ഞാൻ ഒന്ന് കാണിച്ചു തരാം കട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്. ഇത് ഞാൻ ഇനി എന്താ ചെയ്യുക വെച്ചാൽ ഒരു ബോളാക്കി വെക്കുക ചെയ്യുന്നത്. കാരണം നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കെട്ട് കുടുങ്ങി അങ്ങനെ ഒന്നും കിട്ടാതെക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ക്രോഷ്യ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാദ്യം ഞാനൊന്ന് ഇതുപോലെ ബോളാക്കിയിട്ട് വെക്കാൻ പോവാണ്. ഇത് ഞാൻ ഓൾറെഡി ചെയ്ത ഒരു ബോളാണ്. അതിൻ്റെ കൂടെ കൂട്ടിക്കെട്ടുക. ഇതുപോലെ കെട്ടാണ് വേണ്ടത് ജോയിൻറ്റ് വരുന്ന സ്ഥലത്തൊക്കെ. അപ്പോൾ ഞാനിതുപോലെ ജോയിൻ ചെയ്ത് വെച്ചിട്ട് ബോളാക്കി വെക്കും. അപ്പോൾ നമുക്ക് കളറുകളൊക്കെ സെപ്പറേറ്റ് ആയിട്ട് അതുപോലെ ചെയ്ത് വെക്കാം. അപ്പോൾ ഡിഫറെൻറ്റ് കളറായിട്ട് കോമ്പിനേഷനായിട്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഉരുട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് യൂസ് ചെയ്യാം. ക്ലോത്ത് ഒരുപാട് ഇങ്ങനെ കൂടിക്കെടുക്കുന്ന ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ ഇനി വേറൊരു മോഡൽ കട്ട് ചെയ്യുന്നത് കാണിക്കാം. ഇതിപ്പോൾ ഒരു തുണി രണ്ടായിട്ട് മടക്കിയതാണ്. എന്നിട്ട് ഇതുപോലെ നമുക്ക് വേണ്ട രീതിയിൽ കട്ട് ചെയ്യാം. കട്ട് ചെയ്യുന്ന സമയത്ത് ആ എൻഡിലെത്തിക്കരുത്, അവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാം. അവിടെ കട്ട് ചെയ്യരുത്. അതിന് പകരം അതവിടെ വെച്ചിട്ട് അത് ലാസ്റ്റാണ് അവിടെ കട്ടിങ് ചെയ്യാൻ പോകുന്നത്. ഇതുപോലെ നീളത്തിൽ വെട്ടി കൊടുക്കുക. അത് നമുക്ക് ലാസ്റ്റ് വരെ കിട്ടും. ഇത് നമുക്ക് നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള സ്ക്വയറൊക്കെ നല്ല ഒരേ വലുപ്പത്തിലുള്ള നീളത്തിലുള്ള തുണിയൊക്കെ ആണെങ്കിൽ നമുക്ക് ചെയ്യാം. ഇപ്പം മാക്സിയൊക്കെ ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയാണിത്. ഇതുപോലെ ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുക. ശ്രദ്ധിക്കണം, ആ ഒരു എൻഡ് കട്ട് ചെയ്യാനേ പാടില്ല. അത് പിന്നെയാണ് കട്ട് ചെയ്യുക. അപ്പോൾ ഇത് ഒരു നീളത്തിലുള്ള പീസ്. അപ്പോൾ അടുത്തത് ചെയ്യേണ്ടത് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു പോർഷൻ കട്ട് ചെയ്യുക. അടുത്തത് വിട്ട് കൊടുക്കുക. നെക്സ്റ്റ് കട്ട് ചെയ്യാം. ഇനി അടുത്തത് ഇതുപോലെ വിടുക, കട്ട് ചെയ്യുക. അപ്പോൾ ഇത് നീളത്തിലുള്ളൊരു പീസായിട്ട് കിട്ടും. ഞാൻ ഒന്നും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന്. ഇതിപ്പോൾ എങ്ങനെ നൂലായി കിട്ടിയെന്ന് നോക്കൂ. പെട്ടെന്ന് നമുക്ക് കിട്ടും. മറ്റത് നമ്മൾ അങ്ങോട്ട് വെട്ടി ഇങ്ങോട്ട് വെട്ടി അങ്ങനെ കളിക്കണം. ഇതൊരു മടക്ക് രണ്ടാക്കി മടക്കി കഴിഞ്ഞാൽ എളുപ്പമാണ്. ഇതിപ്പോൾ നമ്മൾ ഈ ഒരു കഷ്ണത്തിൻ്റെ ആദ്യത്തിൽ വെട്ടരുത്, രണ്ടാമത് വെട്ടുക. പിന്നെ അടുത്തത് ഇതുപോലെ നീളത്തിൽ കിട്ടും. ജസ്റ്റ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എങ്ങനെയാണിത് കട്ട് ചെയ്യുന്നതെന്ന്. അപ്പം നമുക്ക് രണ്ട് സൈഡിലും ഇതുപോലെ ജോയിൻ്റ് ആയിട്ടുള്ളത് കിട്ടും. നമ്മൾ മടക്കി വെച്ച തുണിയായിരുന്നല്ലോ. അപ്പം ഇത് കണ്ടോ, ഇവിടെ ഇല്ല, അവിടെ വെട്ടരുത്, അടുത്ത വെട്ടുക. കാരണം അത് ജോയിനിങ് അവിടെ കണക്ഷനാണല്ലോ. അപ്പോൾ ഇതിൻ്റെ അങ്ങേ അറ്റായിരിക്കും പിന്നെ അടുത്ത കണക്ഷൻ വരുന്നത്. അത് നമുക്ക് സിമ്പിളായിട്ട് ഒറ്റയടിക്ക് തന്നെ ഒരു ഭാഗം വെട്ടി തീർക്കാം കേട്ടോ. അതെങ്ങനെ ഞാൻ കാണിക്കാം. ഇത് ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് രണ്ട് ഭാഗത്തേക്കും ഇങ്ങനെ ആക്കിയിട്ട് കാണിക്കുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇവിടെ കട്ട് ചെയ്യരുത്, അടുത്തത് കട്ട് ചെയ്യുക. നെക്സ്റ്റ് അടുത്തത് കട്ട് ചെയ്യരുത്, അത് കഴിഞ്ഞിട്ടുള്ള കട്ട് ചെയ്യുക. ഇതുപോലെ അങ്ങോട്ട് ചെയ്താൽ മതി. പെട്ടെന്ന് നമുക്ക് നൂലാക്കി എടുക്കാൻ പറ്റും. മറ്റേത് നമ്മൾ സ്ക്വയറൊക്കെ ഉണ്ടാക്കി കട്ട് ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടാണ്, ഒരേ കളറുള്ളത് കവർ ചെയ്ത് വെക്കുന്നതൊക്കെ. അപ്പോൾ ഇത് പെട്ടെന്ന് കഴിയുകയും ചെയ്യും. പിന്നെ എന്താ വെച്ചാൽ സ്റ്റിച്ചിങ് ഒന്നുമില്ല, മെഷീൻ സ്റ്റിച്ചിങ് ഒന്നും നമുക്ക് വേണ്ട. സൂചി തുന്നുന്ന സൂചി വെച്ചിട്ടൊന്നും യൂസ് ചെയ്യണ്ട. നമുക്ക് ക്രോഷ്യ ചെയ്യുന്ന സൂചിയാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. ഇനി അത് വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഞാൻ ആദ്യം ഉണ്ടാക്കുന്നത് ഒരു ചതുരത്തിലുള്ള ഷേപ്പാണ്. അതെന്താണെന്ന് വെച്ചാൽ സർക്കിളൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതിൻ്റെ സെക്കൻഡ് സ്റ്റെപ്പ് തേർഡ് സ്റ്റെപ്പൊക്കെ ഇങ്ങനെ വരുന്ന സമയത്ത് അത് പരന്നിരിക്കണമെങ്കിൽ നമ്മൾ ക്രോഷ്യേൻ്റെ കണക്കുണ്ട്. ഒരു ഹോൾസിൽ ഇത്ര ഇടണം, ഈ ഒരു കണക്ക് വരുമ്പോൾ അങ്ങനെ ഉണ്ട്. അപ്പോൾ നമുക്കത് റിസ്ക് ആയിരിക്കും. അതിനേക്കാൾ സുഖമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുക ചതുരത്തിലുള്ളതാണ്. അപ്പോൾ ആദ്യം ഞാൻ കാണിക്കുന്നത് ചതുരത്തിലുണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ അതുപോലെ റോൾ ചെയ്ത് വെച്ചൊരു ബോളാണിത്. ഇത് ജസ്റ്റ് ഇത് ഇങ്ങനെ കോർക്കുക, എന്നിട്ട് കട്ട്. ഞാൻ ജസ്റ്റ് ഒന്നുകൂടി കാണിക്കാം.
ഇത് നോക്കിയാൽ ഇതാ ഇങ്ങനെ നമ്മുടെ കയ്യിലൊന്ന് ചുറ്റി കൊടുക്കുക വിരലിൽ, എന്നിട്ട് ഉള്ളിലൂടെ സൂചി ഇട്ടിട്ട് ഇങ്ങനെ വലിക്കുക. ഇതാ മുറുക്കി. അതെല്ലാം നമുക്ക് റൗണ്ടിൽ കെട്ടിയിട്ടുള്ള ആ ഒരു മോഡൽ കെട്ടണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇത് സിമ്പിളായിട്ട് ഇങ്ങനെ കെട്ട് കൊടുക്കാതെ നമുക്ക് വലിപ്പം ചെറുതാക്കും കുറയ്ക്കാനൊക്കെ പറ്റുന്ന രീതിയിലാക്കി കെട്ടിയെന്നേ ഉള്ളൂ. ഇങ്ങനെ അറിയാത്തവരൊന്നുമില്ല. നമ്മൾ വട്ടത്തിലൊരു നൂലൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും അങ്ങനെ. എന്നിട്ട് ചെയ്യേണ്ടത് ചെയിൻ ഇടുക. നമ്മൾ ക്രോഷ്യോയിൽ ചെയ്യുന്ന ചെയിന്, വൂളർ നൂലൊക്കെ വെച്ചിട്ട് ചെയ്യൂലേ ആ ചെയിന്. ഇത് നൂല് ഈ ഒരു തുണി നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ അത്ര നീറ്റായിട്ട് തോന്നൂല, പക്ഷേ നമ്മൾ മാറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല വൃത്തിയിൽ തന്നെ ഉണ്ടാവും കേട്ടോ. തുണീൻ്റെ അറ്റമൊക്കെ അങ്ങനെ ഇതൊക്കെ ആയിട്ടല്ലേ, പക്ഷെ ഇത് തുന്നി കഴിഞ്ഞാൽ നൂലൊന്നും പുറത്തേക്ക് വരുമൊന്നുമില്ല. അപ്പോൾ നമുക്ക് വേണ്ട നീളത്തിൽ ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. ചെയിൻ സ്റ്റിച്ച് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇതാ ഈ ഹോൾസിലൂടെ പിടിച്ച് വലിക്കുക, അത്രയേ ഉള്ളൂ. അത് ഒരുപാട് റിസ്ക് ഒന്നുമല്ല. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ നടക്കുന്ന കാര്യമേ ഉള്ളൂ. ഇതിപ്പോൾ 6 മില്ലിമീറ്ററിൻ്റെ ഒരു സൂചിയാണ് ഞാൻ യൂസ് ചെയ്തിട്ട്, കുറച്ച് സൈസ് വലിപ്പമുള്ളതാണ്. അതാകുമ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് വലിച്ചെടുക്കാൻ കഴിയും. അതിൻ്റെ ആ കുളത്ത് കുറച്ച് വലിപ്പം ഉണ്ടല്ലോ. ചെറിയ സൂചിയാണെങ്കിലും ചെയ്യുകയൊക്കെ ചെയ്യാം, പക്ഷേ അത് കുറച്ചൊരു റിസ്ക് ഉണ്ടാവും. അതുകൊണ്ട് അങ്ങനെ വേണമെന്നില്ല. ഈ ഒരു സൂചി കിട്ടിയാൽ നമുക്ക് എത്ര മാറ്റ് വേണമെങ്കിലും ഉണ്ടാക്കാം. ഒരുപാട് സമയമൊന്നും എടുക്കില്ല. പെട്ടെന്ന് ഈ ഒരു തുന്നൽ പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിളാണ്. പിന്നെ ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്നത് സിമ്പിളായിട്ടുള്ള സ്റ്റെപ്പ് മാത്രമേ ചെയ്യണുള്ളൂ. ഒറ്റ സ്റ്റെപ്പും കൂടി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ആ ലാസ്റ്റ് വരെ ഒരേ സ്റ്റെപ്പ് തന്നെ നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ബുദ്ധിമുട്ടില്ല. തേർഡ് ക്രോഷ്യ, സെക്കൻഡ് ക്രോഷ്യ അങ്ങനെയൊന്നുമില്ല. ഒറ്റ സിംഗിൾ ക്രോഷ്യ മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ആദ്യം വേണ്ടത് നമ്മളെ നീളം എത്രയാണെന്ന് നോക്കുക. ഇത് അങ്ങനെ നീളം നോക്കിയിട്ട്, അപ്പോൾ അത് എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ ഞാൻ ചെറുതായിട്ട് താഴെ കാണിച്ചിട്ടുണ്ട്. ഈ വീഡിയോ തന്നെ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വലിയ സൈസിൽ കാണാൻ വേണ്ടിയിട്ട് ചെയിൻ സ്റ്റിച്ച് വേറെയും സിംഗിൾ ക്രോഷ്യേൻ്റെ സ്റ്റിച്ച് വേറെയും ആയിട്ട് തന്നെ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ ഒന്ന് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ ഇതെങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഞാനൊരു നീളം ഇത്രയും നീളമാണ് എടുത്തിട്ടുള്ളത്. അതിൽ ഇനി ചെയ്യാൻ പോകുന്നത് സിംഗിൾ ക്രോഷ്യ എന്ന് പറഞ്ഞിട്ട്, ഇതിൻ്റെ ഉള്ളിൽ ഒരു ഹോൾ ഉണ്ടായിട്ടുണ്ടാവും ചെയിനിൻ്റെ, അതിലേക്ക് ആദ്യം സൂചി ഇടുക. എന്നിട്ട് നൂല് ഇങ്ങോട്ട് വലിച്ചെടുക്കുക. അപ്പോൾ 2 ക്രോഷ്യകൾ അവിടെ 2 ഹോൾസായിട്ട് കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലൂടെ ഒന്നും കൂടെ തിരിച്ചിട്ട് പുറത്തേക്ക് എടുക്കുക. ഈ സ്റ്റിച്ച് തന്നെയാണ് ലാസ്റ്റ് വരെ ചെയ്യുന്നത്. ഒരുപാട് റിസ്ക് ഒന്നുമില്ല. ജസ്റ്റ് നമ്മൾ കണ്ടാൽ മനസ്സിലാവും. ഞാൻ വേണമെങ്കിൽ വൂളർ നൂല് വെച്ചിട്ടുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യാം, സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി. അതെങ്ങനെയാണ് ചെയ്യുന്നത് മാത്രമായിട്ട് ഒരു ചെറിയ വീഡിയോ ആക്കിയിട്ട് ഇട്ട് തരാം. അപ്പോൾ നിങ്ങളത് കണ്ടാൽ തന്നെ ഈ ഒരു കാര്യം നമുക്ക് ചെയ്യാം. ഇതാ ഹോൾസിലൂടെ ഇടുക, ഈ നൂല് ജസ്റ്റ് വലിച്ച് പുറത്തേക്ക് എടുക്കുക. ഇതാ ഇപ്പോൾ 2 വന്നു. ഫുള്ളായിട്ട് ഒരൊറ്റ വരിയിൽ 2 ഹോൾസിൻ്റെ കൂടി പുറത്തേക്ക് എടുക്കുക. ഇതാണ് ഇത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുന്നത്. ഇത് നമുക്ക് റൗണ്ട് ഷേപ്പ് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്യാം. നമുക്കൊരു ചതുര ഷേപ്പായി കഴിഞ്ഞാൽ ഒന്നുമില്ല, നമുക്ക് ഒരറ്റം മുതൽ ഒരറ്റം വരെ തുന്നി കൊടുക്കുക, തിരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ടും തുന്നി കൊടുക്കുക. അങ്ങനെ നമുക്ക് വേണ്ട നീളത്തിൽ ചെയിൻ സ്റ്റിച്ച് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്കിയെല്ലാം ഒരു സിംഗിൾ ക്രോഷ്യ ആയിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ വീതി നമുക്ക് ആവശ്യമുള്ളത് വരെ ആക്കിയിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ കളറൊക്കെ നമുക്ക് വേണ്ട രീതിയിൽ തുണികൾ ആദ്യം ഒരു കളർ തുണി, പിന്നെ അങ്ങനെ നമുക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. അത് നമ്മൾ ഇഷ്ടം പോലെ നമുക്ക് ചെയ്യാം. ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് മാറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഇതിന് ഒരുപാട് സമയമൊന്നും എടുക്കുന്നില്ല. മെഷീനിലൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് സമയം എടുത്തിട്ട് വേണം ചെയ്യാൻ. ആദ്യം കട്ട് ചെയ്തിട്ട് ഇതൊക്കെ റെഡിയാക്കി അതിൻ്റെ ആദ്യം ഒരു ഇതൾ പോലൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ അതിനേക്കാളൊക്കെ ഈസിയാണ്. നല്ല കട്ടിയുണ്ട് കേട്ടോ. നമ്മൾ ഈ തുണി എടുക്കുന്നത് കട്ടി കുറഞ്ഞ വീതിയിലായത് കാരണം കട്ടിയില്ല എന്ന് വിചാരിക്കേണ്ട, നല്ല കട്ടിയുള്ള മാറ്റ് തന്നെയാണ് കിട്ടുന്നത്. വീഡിയോ ഒന്ന് ശ്രദ്ധിച്ച് കണ്ടാൽ നമുക്ക് മനസ്സിലാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ മനസ്സിലാവാത്തവർക്ക് ഞാനിതിൻ്റെ വൂളർ നൂല് വെച്ചിട്ട് ചെയ്യുന്ന, വേറെ നൂല് വെച്ച് ചെയ്യുന്നത് അത് മാത്രമായിട്ട് അപ്ലോഡ് ചെയ്യാം. അത് കണ്ടാൽ മനസ്സിലാവും. ഇതിപ്പോൾ ചെയിനിൻ്റെ അങ്ങോട്ട് എത്തി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് റിട്ടേൺ ഇങ്ങോട്ട് ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യാം. ഇന്നിപ്പോൾ നമുക്ക് കണക്ഷൻ വന്നു കഴിഞ്ഞാൽ അവിടെ കെട്ടി കൊടുത്താൽ മതി. കട്ടായി പോയി കഴിഞ്ഞാൽ അതൊന്നും ഒരു പ്രശ്നമേ അല്ല, അതൊന്നും കാണുമൊന്നുമില്ല കേട്ടോ. അതൊക്കെ ഉള്ളിലേക്കായിട്ട് പോകും. അപ്പോൾ നമ്മളിങ്ങനെ ജോയിൻ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് അതുപോലെ കെട്ടി കൊടുക്കുകയാണ് വേണ്ടത്. അതിപ്പോൾ നീളത്തിലുള്ള തുണി ആവണമെന്നൊന്നുമില്ല. നമുക്ക് ഏത് ഷേപ്പിലാണെങ്കിലും നീളത്തിലാക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാമല്ലോ. എന്നിട്ട് നമുക്ക് അങ്ങനെ ചെയ്താൽ മതി. ഒരു കണക്ഷൻ വരുന്ന സമയത്ത് അവിടെ കട്ട് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് കെട്ടിയിട്ട് അതിൻ്റെ അറ്റമൊക്കെ ഒന്ന് വൃത്തിയാക്കി കൊടുത്താൽ മതി. എന്നിട്ട് പിന്നെ നമ്മൾ അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയ്ക്ക് സിമ്പിൾ ഒരു മാറ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റ് അറിയിക്കുക. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ ഞാനിതൊന്ന് കുറച്ചും കൂടെ ലെങ്തി ആയിട്ട് കാണിച്ചു തരാം. ഒരു ജസ്റ്റ് ഇതുപോലെ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ ഈ ഒരു സ്റ്റിച്ചിങ്ങിന്.
അപ്പോൾ അതാ ഞാൻ തുന്നിയിട്ട് ഇതാ ഇത്രയും വീതിയായിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഈ തുണിയുടെ പോർഷൻ കഴിഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് വേറൊരു തുണി ഇതങ്ങനെ കെട്ടിക്കൊടുക്കുകയാണ്. ഇനി നമുക്ക് ആ ഒരു കളർ അവിടെ സ്റ്റിച്ച് ഇങ്ങനെ ക്രോഷ്യ ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മളെ വീട്ടിലെ ഡ്രസ്സിൻ്റെ തുണികളൊക്കെ ഒരുപാട് കൂട്ടിയിട്ടിട്ടുണ്ടാകും. എന്നാൽ നമുക്ക് കളയാനും തോന്നാത്ത രീതിയിലുള്ളതായിരിക്കും. ഫുൾ കോട്ടൺ ആവണമെന്നൊന്നുമില്ല. ഇങ്ങനെ ഒരു നൂലായിട്ട് പോകുമ്പോൾ മിക്സ് ചെയ്തിട്ടൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഇങ്ങനെ വീതിയിൽ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മളിതിന് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് എങ്ങനെ ഹോൾസിലിടുന്നത് കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ നടുക്ക് ഇവിടെയാണ് ഹോളായിട്ടുള്ളത്, അല്ലാതെ അതിൻ്റെ അറ്റത്തല്ല നടുക്കേണ്ടത്. നമ്മളിതാ ഇതുപോലെ ഹോളായിട്ടുണ്ടാവും. അതിലൂടെ വേണം നമ്മൾ ചെയിൻ സ്റ്റിച്ചിനിട്ട ഹോളുണ്ടല്ലോ, അതുപോലത്തെ ഈ ഹോൾ എടുക്കുക. അപ്പോൾ അവിടെ ഒരു രണ്ട് ഹോൾ, ഇതിൻ്റെ ഇടയിലാണ് ഈ ഹോളായിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മളവിടെ ഒരു കെട്ടുണ്ട്, നമ്മൾ നേരത്തെ കെട്ടിയ കെട്ടാണ്. അത് പ്രശ്നമൊന്നുമില്ല കേട്ടോ. തുന്നുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്കാണ്ട് പോയി, അതങ്ങനെ കാണുമൊന്നുമില്ല പുറത്തേക്ക്. അപ്പോൾ ഇതുപോലെ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ നമ്മൾ ഒരു റോളാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി ഇതിൻ്റെ ലാസ്റ്റ് എങ്ങനെ ഉണ്ടെന്നൊന്ന് ഞാൻ കാണിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാനൊക്കെ അറിയുന്ന ആളുകൾക്ക് നന്നായിട്ട് യൂസ്ഫുൾ ആവും. ഇതുപോലെയാണുള്ളത്. താങ്ക് യു ഫോർ വാച്ചിങ്.